Good evening. Good evening, Good Miss. evening, ma'am. Good evening, all of you. റെഡി ആയി വന്നിട്ടുണ്ടോ? ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് പ്രാക്ടിക്കൽസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? ആരാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ? എന്നിട്ട് ഞാൻ നിങ്ങൾ തന്നെയാണെന്ന് പറയണ്ട കേട്ടോ. നിങ്ങളെ കൊണ്ട് തന്നെയാണ് പറയിപ്പിക്കുന്നത്. ശരിക്കും ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഇല്ലെങ്കിൽ കൂടിയും അത് വായിച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും കേട്ടോ. തെറ്റൊക്കെ ഉണ്ടാവട്ടെ, യാതൊരു കുഴപ്പമില്ല. നമ്മളിപ്പോ പ്രാക്ടിക്കൽസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ഞാൻ കാണിച്ചു തന്നില്ല എങ്ങനെയാ പറയണ്ടേന്നൊക്കെ. ക്ലിയർ ആണോ? ആരൊന്നും പറയുന്നില്ലല്ലോ. മുബീന Yes, ma'am. ക്ലിയർ ആണ്? ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവൂല്ലോ എങ്ങനെയൊക്കെയാ പറയണ്ടേന്ന്, ഇല്ലേ ഭാവന? എന്താ ജിപ്ന? Yes, ma'am. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ആദ്യം എല്ലാരും ഒന്ന് വായിക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന ആളൊന്ന് പറയണം കേട്ടോ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പ്രസന്റ് ചെയ്യുക. നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്യുക, അതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ PDF-ലുള്ള കാര്യങ്ങള് എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പൊ എല്ലാവരും റെഡിയാണോ? റെഡി അല്ലേ? എത്ര മിനിറ്റാ വേണ്ടത് വായിക്കാനായിട്ട്? വായിക്കാനായിട്ട് എത്ര മിനിറ്റ് വേണം? റീഡ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. എത്ര മിനിറ്റാ വേണ്ടത് റീഡ് ചെയ്യാൻ? ബീന, ഭാവന റെസ്പോണ്ട് ഇല്ലല്ലോ. എത്ര മിനിറ്റ് വേണം? വായിച്ച പറയാം. ഹാൻഡ് റൈസ് ചെയ്യുന്നു. ആ ശരി, ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. വായിക്കാൻ സമയം തരാം, ഹാൻഡ് റൈസ് ചെയ്യുക കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് വരുന്നത് ഡ്രൈ പോറിംഗ് ആണ്. ഡ്രൈ പോറിംഗ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് എന്നെ ഇൻഫോം ചെയ്യാം. മാം ഒന്ന് സ്ക്രോൾ ചെയ്യോ? സ്ക്രോൾ ചെയ്യാം.
കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്ന ആളുകളൊന്നും വന്നിട്ടില്ലേ? ആരായിരുന്നു പറഞ്ഞിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? നിങ്ങക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഏതായിരുന്നു ജസ്റ്റിന് ചെയ്യുന്നത്? വെറ്റ് പോറിംഗ്. വെറ്റ് പോറിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ വായിക്കുന്നത് അല്ലെ? പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വെറ്റ് പോറിംഗ് അല്ല, വെറ്റ് പോറിംഗ് ആണ്. നമ്മളിപ്പോ വായിക്കുന്ന ഡ്രൈ പോറിംഗ് ആണ്. വേറൊരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? ഷീജ. ഷീജ എന്തായിരുന്നു? ഷീജ കേറിയിട്ടില്ലല്ലേ ഇന്ന്? ഇല്ല, കേറിയിട്ടില്ല തോന്നുന്നുണ്ട്, കാണില്ല. പോറിങ്ങിന് റെഡിയാണോ ജസ്ന? റെഡിയാണ്. ഇപ്പൊ ചെയ്യണ്ട, നമ്മൾക്ക് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. വെറ്റ് പോറിംഗ് നമ്മൾ വായിച്ച് ജസ്ന തന്നെ അത് പറഞ്ഞ് ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. അതിന് മുമ്പ് നമുക്ക് ഡ്രൈ പോറിംഗ് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ. എല്ലാരും നിങ്ങളെ കൊണ്ടൊന്നും ഞാൻ പറയിപ്പിക്കില്ല. അതായത് ഈസി ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. വായിച്ചു കഴിഞ്ഞേക്ക് പറയാം കേട്ടോ. റീഡ് ചെയ്തോ? ഓക്കെ, മുബീന റീഡ് ചെയ്തു. കൃഷ്ണ റീഡ് ചെയ്തു. ഭാവന റീഡ് ചെയ്തു.
ഓക്കെ. മുബീന റെഡിയാണോ പറയാനായിട്ട്? ചെറിയ സുഖമില്ല. കുഴപ്പമുണ്ടോ? പറയുന്നതിന് പ്രോബ്ലം ഉണ്ടോ? ഞാൻ ശ്രമിക്കാം, നോക്കാം. പറഞ്ഞോളൂ കേട്ടോ. ഡ്രൈ pouring beans from jug to jug. To jug. Materials: rug, tray, 2 jugs beans. മാറ്റ് വേണം, ട്രേ വേണം, 2 ജഗ് വേണം, ബീൻസ് വേണം. എന്ന് പറയുന്നത് മാറ്റ് ആണ് കേട്ടോ. മാറ്റിന് തന്നെയാണ് റഗ് എന്ന് പറയുന്നത്. ഓക്കെ. Invite a child to come by telling them you have something to show them. Show him to place of the material. ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ട കുട്ടീനെ ഇൻവൈറ്റ് ചെയ്ത് അത് മെറ്റീരിയൽസ് വെച്ച സ്ഥലം കാണിച്ചു കൊടുക്കണം. പ്രസന്റേഷൻ: ക്യാരി ദ ട്രേ ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദിസ് എക്സസൈസ് ഫ്രം ദ ഷെൽഫ് ടു ദ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലുള്ള എക്സസൈസിന് വേണ്ട മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഷെൽഫിനടുത്തേക്ക് അത് ട്രേ കൊണ്ടുവരണം. The jug with the beans is to be adjusted on the left side of the tray. ബീൻസ് ഉള്ള ജഗ് ട്രേയുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കണം. The empty jug is to be positioned on the right side of the tray. ഒന്നും ഇല്ലാത്ത എംറ്റി ആയിട്ടുള്ള ജഗ് ട്രേയുടെ റൈറ്റ് സൈഡിലും വെക്കണം. The spouts of both jug facing each other. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആക്കിയിട്ട് വെച്ചു കൊടുക്കണം. Introducing the exercise and the materials needed. അപ്പോൾ എക്സസൈസിനെ കുറിച്ചിട്ടും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളതെന്നതിനെ കുറിച്ചിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലിഫ്റ്റ് ദ ജഗ് വിത്ത് ദ ബീൻസ്. ജഗ്ഗിലേക്ക് ബീൻസ് മാറ്റണം. യൂസിങ് ദ റൈറ്റ് ഹാൻഡ് ഡോമിനന്റ് ഫിംഗേഴ്സ്. റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സിന്റെ തലപ്പുകൊണ്ടാണോ? ഫിംഗേഴ്സിന്റെ തലപ്പുകൊണ്ട് മാറ്റണം. പൊസിഷൻ ദ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ജസ്റ്റ് ബിറ്റ്വീൻ ദ സ്പൗട്ട് ആൻഡ് ദ ബേസ് ഓഫ് ദ ജഗ്. മറ്റേ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇങ്ങനെ എന്താ പറയാ, ഈ മറ്റേ കൈ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ കൈ കൊണ്ടുവരില്ലേ, ഒരു കൈ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് pouring. Nothing that the spout of the lifted jug must not touch the surface of the station jug. അങ്ങനെ ഒന്നിലേക്ക് മാറ്റുന്നത് തുടങ്ങാം. must not touch the surface of the station jug. അത് ടച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ജാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതെ അതെ അതെ, ജാറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Once shifted, return the lifted jug to position. ഒരു പ്രാവശ്യം അത് ഇട്ടാല് തിരിച്ച് ജഗ് അതിന്റെ സ്ഥലത്ത് തന്നെ വെക്കുക. പിക്ക് ദ സ്പിൽഡ് ബീൻസ് ഫ്രം ദ ട്രേ ആൻഡ് പുട്ട് ദം ഇൻ ടു ദ ജഗ്. താഴെ വീണിട്ടുള്ള ബീൻസ് ഒക്കെ എടുത്ത് ആ ജഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കണം. ടു ഫിനിഷ് ദ എക്സസൈസ്, മൂവ് ദ ബീൻസ് ഫ്രം ദ ജഗ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ബാക്ക് ഇൻ ടു ദ ജഗ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എക്സസൈസ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ജഗ്ഗില് ഒഴിച്ചിട്ടുള്ള ജഗ് വലത് സൈഡിലുള്ള ഇതിലേക്ക് തിരിച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. ഓർ ഫിനിഷ് ദ എക്സസൈസ്, അല്ലെങ്കിൽ എക്സസൈസ് ഫിനിഷ് ചെയ്യുക. ട്രാൻസ്ഫർ ദ ബീൻസ് ഫ്രം ദ ഫിൽഡ് ജഗ് ഇൻ ടു ദ എംപ്റ്റി ജഗ്. ഫില്ല് ചെയ്തതിന് എംപ്റ്റി ജഗ്ഗിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചാവില്ലേ മാം? അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അത്രയും കാര്യങ്ങളുള്ളൂ. അതായത് നമ്മൾ എങ്ങനെയാണോ തുടങ്ങി വെച്ചത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക,
ആ എക്സസൈസ് തീരുമ്പോ തിരിച്ച് അങ്ങനെ തന്നെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാ മനസ്സിലായത് മുബീനയ്ക്ക്? എന്തൊക്കെ പഠിച്ചു? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ മുബീന? അത് ഒരു പുറത്തൊന്നും പോവാണ്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി ഒരു പാത്രത്തിൽ നിന്നും ഒരു പാത്രത്തിലേക്ക്, ഇപ്പൊ ബീൻസ് എന്നല്ല എന്ത് സാധനമാണെങ്കിലും മാറ്റുന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് അതൊരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടും. അവരുടെ അതുപോലെ മൂവ്മെന്റ്, മസിൽസിന്റെ മൂവ്മെന്റ് ഒക്കെ കിട്ടും. മസിൽസിന്റെ മൂവ്മെന്റ്, അവരുടെ ഫിംഗർ മൂവ്മെന്റ്, പിന്നെ അവർക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് ഇതിനകത്ത് കേട്ടോ. നമ്മളിപ്പോ സ്പൂണിംഗ് ഒക്കെ എന്ന് പറഞ്ഞാല് അതിനകത്ത് കോൺസെൻട്രേഷൻ ഉണ്ട്, പക്ഷെ ഇത് ജഗ് ടു ജഗ് ആണല്ലോ അല്ലെ. ഒരു ജഗ്ഗിൽ നിന്ന് മറ്റൊരു ജഗ്ഗിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ നിന്ന് മറ്റൊരു ജഗ്ഗിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ മാറ്റുവാണെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം, അത് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളിപ്പോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നിങ്ങൾ വെള്ളം കൊടുക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ആ ഗ്ലാസ്സിലോട്ട് പകർത്തുന്നത്, അല്ലെങ്കിൽ എത്ര സൂക്ഷ്മമായിട്ടാണ് നിങ്ങൾ അത് അരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമല്ലോ നിങ്ങള്, അപ്പൊ അത് എത്ര ക്ലിയർ ആയിട്ട് എത്ര ക്ലാരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് എന്ത് ചെയ്യുക, കുട്ടികളും ഈ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കുട്ടികളുടെ ഫിംഗറിനുള്ള മൂവ്മെന്റ്, അവരുടെ മസിൽ മൂവ്മെന്റ്, ഇതൊക്കെ കൂടുതലായിട്ട് എന്തുണ്ടാകും, കൂടുതലായിട്ട് ഇംപ്രൂവ് ആവാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഞാൻ കൺട്രോൾ ഓഫ് ഇറർ ആരാ പറയാ? കൺട്രോൾ ഓഫ് ഇറർ എന്താണ് മുബീന മനസ്സിലായത്? കൺട്രോൾ ഓഫ് ഇറർ അത് ഇപ്പൊ അതിൽ എറർ വരാൻ ചാൻസ് ഉള്ളത് എന്ന് വെച്ചാൽ ബീൻസ് താഴെ വീഴുന്നതാണ്. അത് കുട്ടികൾ പെട്ടെന്ന് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ കൂടുതൽ താഴെ വീഴും. അതുപോലെ സീയിങ് ദ ജഗ് ഓഫ് ബീൻസ് ഗ്രാജുവലി എംപ്റ്റീഡ് ഇൻ ടു ദ സ്റ്റേഷനറി ജഗ്. എയിം എന്താണ് പറയുന്നത്? ഡയറക്റ്റ് എയിമും ഉണ്ട് അതിനകത്ത്, ഇൻഡയറക്റ്റ് എയിമും ഉണ്ട്. എന്താ പറയുന്നത്? ഡയറക്റ്റ് എയിം എന്താണ്? To assist the child in developing the skill of pouring. അത് കുട്ടികൾക്ക് അതിനുള്ള ഒന്നൊക്കെ മാറ്റാനുള്ള ഒരു സ്കില്ലാണ് അവർക്ക്, അതിനുള്ള ഒരു അസിസ്റ്റ് ആണ്. പോറിങ്ങിനുള്ള സ്കില്ലാണ് അവിടെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ കുട്ടികളുടെ. ഇൻഡയറക്റ്റ് എയിമിൽ എന്തൊക്കെയാ വരിക കുട്ടികൾക്ക്? Development of order, concentration, fine and gross motor skill, wrist and finger muscles, pincer grip for developing pencil grip, judgment of space and volume, eye-hand coordination, independence to prepare child to daily course at home, left to right concept, care of the environment, developing writing and mathematics. എക്സാമ്പിൾ കപ്പാസിറ്റി കൺസെപ്റ്റ്. അത് ഈ മൂവ്മെന്റും അതുപോലെ ഹാൻഡും ഐയും, കണ്ണിപ്പോ ഒരു ഭാഗത്ത് പെട്ടെന്ന് കോൺസെൻട്രേഷൻ പോയി കണ്ണ് വേറെ എവിടെയെങ്കിലും നോക്കിയാൽ അത് പുറത്തേക്ക് പോകുമല്ലോ. അപ്പൊ അത് പിന്നെ അതുപോലെ ഗ്രിപ്പ്, കയ്യിന്ന് ഗ്രിപ്പ് നന്നായി പിടിച്ചിട്ടില്ലെങ്കിൽ അത് താഴെ വീഴും, അപ്പം പൊട്ടിപ്പോവും. അതുപോലെ ഒഴിക്കുന്നതിന്റെ പാത്രത്തിന്റെ വലിപ്പം, ഇപ്പൊ അത് കൊള്ളുന്ന ഇപ്പൊ രണ്ടും ഒരേതാവണം, ഒന്നുള്ളത് അതിൽ കൊള്ളുന്ന തന്നെ ആവണം മറ്റേ പാത്രം. ഇപ്പൊ കൊറേ സാധനം ഉണ്ടെങ്കിൽ ചെറുതെടുത്താൽ അത് കൊറേ പുറത്തു പോവില്ലേ. അതിന്റെ ഒരു കുട്ടികൾക്കൊരു ഇത്രയും കൊള്ളാൻ വേണ്ടിയിട്ട് ഇത്ര പോകുന്ന ഒരു കണ്ടെയ്നർ വേണം എന്നുള്ളൊരു കുട്ടികൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ട്ടോ മുബീന. വയ്യാതായോ പറഞ്ഞ്? ഇല്ല മാം, അത് ചെറിയ തലവേദന ആയിട്ട്. ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി, ഡ്രിപ്പ് ഇട്ട് വന്നു. അയ്യോ, അത്രയും വയ്യായിരുന്നോ? അല്ല, കുഴപ്പമില്ല.
ഇപ്പൊ മുബീന പറഞ്ഞു എന്നാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആദ്യം തന്നെ എന്താണ് കുട്ടിയെ ക്ഷണിക്കുക, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ ക്ഷണിക്കുക, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? മാറ്റ് വരുന്നുണ്ട്, ട്രേ വരുന്നുണ്ട്, 2 ജഗ്സ് വരുന്നുണ്ട്, ബീൻസ് വരുന്നുണ്ട്. ഒരു ബീൻസ് എന്താ പറയാ ഇവിടെ പറയുന്നുണ്ട്, അതായത് ബീൻസ് ഉള്ള ജഗ് ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ ജഗ് എന്ന് പറയുന്ന റൈറ്റ് സൈഡിലാണ് വെക്കേണ്ടത്. ദെൻ എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് അതെന്ത് ചെയ്യാം, പോറ് ചെയ്യാം അല്ലെ, പോറിങ് നടത്താം. അതിന് എങ്ങനെയാണ് നമ്മൾ ജഗ് പഠിക്കേണ്ട രീതികളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫിംഗറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, ആ ഒരു സ്ഥലത്തുമേല് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് ഒരു ജഗ്ഗിൽ നിന്ന് മറ്റൊരു ജഗ്ഗിലേക്ക് ബീൻസ് പകർത്തേണ്ടതെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റികളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മസിൽ മൂവ്മെന്റ് കൂട്ടാനായിട്ട് സാധിക്കും, ഫിംഗർ മൂവ്മെന്റ് കൂട്ടാൻ സാധിക്കും, കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, കുട്ടികളുടെ മോട്ടോർ സ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല പല എന്താ പറയാ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്നും നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. ജസ്റ്റ് ഇത് ഈ പറയുന്ന മാതിരി തന്നെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ഇവിടെ പ്രാക്ടിക്കലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ വരുമ്പോൾ അത് കൂടാതെ വീട്ടിൽ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് വെറ്റ് പോറിംഗ് ആണ് കേട്ടോ. ജസ്ന, യെസ് മാം. ആദ്യം മോള് വെറ്റ് പോറിംഗ് ഇതുപോലെ തന്നെയാണോ ചെയ്യാനായിട്ട് പോകുന്നേ? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ സ്റ്റെപ്പ് തന്നെയാണോ? ഇത് നോക്കിയിട്ട് തന്നെയാണോ നമ്മള് പ്രിപ്പയർ ചെയ്തേ? ഏകദേശം. ഏകദേശം അല്ലേ? അപ്പൊ നമുക്ക് പ്രസന്റേഷൻ കാണാം അല്ലെ? പതുക്കെയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ, ധൃതി പിടിച്ച് പറയണ്ട. 15 പോയിന്റുകളും ഉണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പൊ ജസ്നയുടെ പ്രസന്റേഷൻ കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതെ, ഞാൻ ഈ പോയിന്റ് വൈസ് ആയിട്ട് പറയണോ, അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചാൽ മതിയോ? വേണ്ട, അങ്ങനെ ഇല്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് അത് ലാസ്റ്റ്, അത് ഈ പ്രസന്റേഷന് ശേഷം ഒന്ന് പറഞ്ഞാൽ മതി പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം എങ്ങനെയാണ് ജസ്നയുടെ സ്കിൽ അനുസരിച്ച്, ജസ്നയുടെ എബിലിറ്റി അനുസരിച്ച് വീഡിയോ പ്രസന്റ് ചെയ്യും. ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയണം എന്നില്ല, അത് ലാസ്റ്റ് വൺ പറഞ്ഞാൽ കേട്ടോ. Today I am here with an activity. We are going to learn how to pour water from jug to 3 unequal glasses. For this activity, we need a tray full of water in jug, 3 unequal glasses, and a sponge. Say plastic metal lata. Firstly, we can take the jug with ഇങ്ങനെ ഇവിടെ സ്ഥലമാണോ മിസ്സേ കാണാൻ? ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി, യാതൊരു പ്രശ്നമില്ല കേട്ടോ. കോൺഫിഡന്റ് ആയിട്ടുള്ള അതിനകത്ത് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ നല്ലോണം ട്രൈ ചെയ്ത് നോക്കാം ഇംഗ്ലീഷിൽ തന്നെ. ഇംഗ്ലീഷിൽ ട്രൈ ചെയ്തോളൂ. അത് കോൺഫിഡന്റ്, അതായത് കുറച്ചും കൂടി നന്നായിട്ട് പറയാനുണ്ടെങ്കിൽ മലയാളത്തിൽ വീണ്ടും പറയാവുന്നതാണ് കേട്ടോ ജസ്നിക്ക്. ഓക്കെ. ഓക്കെ. Firstly, we can take the jug with the left hand and turn into right side. We can take the jug with the right hand and support left hand fingers and uplift the jug. We can start pouring jug to one big one glass. Pour carefully water into the first
glass. After that, we can pour the water into the second glass. Finally, we can pour the water into third glass. After that, we check the tray. If any water drops in the tray, wipe it clearly with a sponge. And we pour the water back into the jug carefully. First, we use both hands and lift the glass. Pour the water glass from glass into the jug carefully. After that, place the glass back to the position and take the second glass. Pour the water slowly into the jug and place the glass carefully. After that, take the third glass, pour the water into jug. And look the pills and look if any water drops in the tray, wipe it carefully with the sponge. കഴിഞ്ഞോ? അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ഒരു ക്ലാപ്പ് കൊടുക്കുക കേട്ടോ. ജസ്റ്റിന അടിപൊളിയായിട്ട് ചെയ്തു. അത് നമുക്ക് കുറച്ച് പേടി ഉണ്ടാവും ആദ്യമായിട്ട് അങ്ങനെ പറയുമ്പോ അല്ലേ? ഞാൻ ഐസായിരിക്കണം കൈയൊക്കെ. ഇതിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് ചെയ്തു. നല്ല മെറ്റീരിയൽസ് അറേഞ്ച്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ജസ്റ്റിന് ഇത് എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? എന്റെ നമ്പർ അറിയാമോ? സെൻഡ് ചെയ്യാൻ നമ്പർ അറിയാം. അപ്പൊ ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. ഇതില് നന്നായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനായിട്ട് കോൺഫിഡൻസ് കുറവാണെങ്കിൽ മലയാളം നമുക്ക് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്തോന്ന് മാത്രം നോക്കിയാൽ മതി. പിള്ളേർക്ക് അത് മനസ്സിലാക്കിയാൽ മതി. ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അത് മനസ്സിലാവണം അല്ലെ? അതായത് പറയാം ഇംഗ്ലീഷിൽ നന്നായിട്ട് പറയാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് കണ്ടത് കേട്ടോ. വേറെ ഒരു കുഴപ്പമില്ല. മെറ്റീരിയൽസ് ഒക്കെ അടിപൊളിയാണ്. നല്ല രീതിയിൽ കാണിച്ചു തന്നു എങ്ങനെയൊക്കെയാണെന്ന്. മറ്റുള്ളവരും അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ആരും പുറകോട്ട് മാറി നിൽക്കരുത്. ഞാൻ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഇംഗ്ലീഷിൽ, അതായത് ഇപ്പൊ പറഞ്ഞൊരു വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് കൂടാതെ മലയാളത്തിൽ പറയുന്ന ഒരു വീഡിയോ കൂടി സെൻഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മെറ്റീരിയൽസ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അടിപൊളിയായിട്ടോ. ഇതൊന്ന് പറയുന്നേ. എന്തായാലും മോള് തന്നെയല്ലേ എക്സ്പ്ലോറിങ് ഇവിടെ പ്രസന്റ് ചെയ്തത്. ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവർക്ക് എങ്ങനെയാണെന്ന് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ PDF പറയുന്ന പോലെ പറയാൻ പറ്റുമോ? പേടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒന്നും സാരമില്ല. ഭാവന എന്താ അവിടെ? ഒരു 7 മിനിറ്റോളം ഞാൻ സമയം തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. എല്ലാവരും റീഡ് ചെയ്യുക. എന്നിട്ട് ഭാവന കഴിയുമ്പോഴൊന്ന്
പറയാ കേട്ടോ, വെറ്റ് പോറിങ്. ഇപ്പൊ ജസ്റ്റിനെ കാണിച്ചതാണ് ഇവിടെ. അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മോള് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ഭാവന? എനിക്ക് കഴിഞ്ഞ ക്ലാസ് മുഴുവൻ കേൾക്കാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് നെറ്റിന്റെ പ്രശ്നം വന്നോണ്ട്. സ്പൂണിങ് കണ്ടായിരുന്നോ? ആക്ടിവിറ്റി കണ്ടായിരുന്നോ? സ്പൂണിങ് ഇല്ല. കണ്ടിട്ടില്ല അല്ലെ? റെക്കോർഡ് ക്ലാസ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ കാണാനായിട്ട് സ്പൂണിങ് ചെയ്തായിരുന്നു സബീക. പിന്നെ മുബീന റോളിങ്ങും അൺറോളിങ്ങും ചെയ്തായിരുന്നു കേട്ടോ. ആ 2 ആക്ടിവിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് റീഡ് ചെയ്യാം, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. വെറ്റ് പോറിങ് റീഡ് ചെയ്യാം. മാം ആ. വായിച്ചാൽ എന്താ മനസ്സിലായത്? എന്തൊക്കെയാണ് മെറ്റീരിയൽസ് വേണ്ടത്? എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് മാറ്റ് വേണം, ട്രേ, ജഗ്, 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ്, വാട്ടർ, സ്പോഞ്ച്. ആദ്യം make all materials ready, invite the child telling him the name of the activity and show the location of the material. ആദ്യം മെറ്റീരിയൽസ് റെഡിയാക്കിയതിന് ശേഷം ചെയ്യേണ്ട കുട്ടീനെ വിളിക്കുക. എന്നിട്ട് ഈ ആക്ടിവിറ്റിയുടെ നെയിമും അതുപോലെ മെറ്റീരിയൽ ഇരിക്കുന്ന ലൊക്കേഷനും കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് prepare the material, the jug with the water to be placed on the left side, 3 unequal containers on the right side. The spot of the jug is facing inward. ആദ്യം വാട്ടർ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ആ ജഗ് ലെഫ്റ്റ് സൈഡിലും
അതുപോലെ 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ് പല വലുപ്പത്തിലുള്ള 3 കണ്ടെയ്നേഴ്സ് റൈറ്റ് സൈഡിലും ഫേസ് ടു ഫേസ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. Invite the child to the exercise. Teacher tells child, Mary, today we are going to do wet pouring exercise from a jug to 3 different containers. Would you like to lay the plastic mat and follow me to the shelf? കുട്ടീനെ ഇൻവൈറ്റ് ചെയ്യണം. അവരുടെ നെയിം വിളിച്ച് അവരെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കുട്ടിയോട് പറയണം. ഇങ്ങനെ പോറിംഗ് ആണ്, നമ്മൾ വെറ്റ് പോറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 3 ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിൽ എങ്ങനെ നമുക്ക് വാട്ടർ പോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഷെൽഫ്, അതായത് പ്ലാസ്റ്റിക് മാറ്റും എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഫോളോ ചെയ്യാനായിട്ട്, ഷെൽഫിലേക്ക് ഫോളോ ചെയ്യാനായിട്ട് കുട്ടിയോട് പറയണം. ടീച്ചർ ഷോസ് ദ ചൈൽഡ് വെയർ ദ മെറ്റീരിയൽ ആർ പ്ലേസ്ഡ് ആൻഡ് ഹൗ ടു ക്യാരി ദ മെറ്റീരിയൽ. മെറ്റീരിയൽ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്നും അത് എങ്ങനെ ക്യാരി ചെയ്യണമെന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ദ ചൈൽഡ് ബ്രിങ് ദ മെറ്റീരിയൽ ടു ദ മാറ്റ്. അപ്പൊ കുട്ടി ആ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ എടുത്തിട്ട് മാറ്റിലേക്ക് കൊണ്ടുപോയി വെക്കും. ടീച്ചർ സിറ്റ് ഓൺ ദ ചൈൽഡ്സ് കമാൻഡിങ് ഹാൻഡ്. ടീച്ചർ കുട്ടിയുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കമാൻഡിങ് ഹാൻഡ് ആയിട്ട് കുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണം. ഇൻട്രൊഡ്യൂസ് ദ എക്സസൈസ് ആൻഡ് മെറ്റീരിയൽ നീഡഡ്. ആദ്യം ഇത് എന്ത് എക്സസൈസ് ആണെന്നും അതിന് എന്തൊക്കെ മെറ്റീരിയൽ ആണ് ആവശ്യമുള്ളതെന്നും കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക. Teachers tell the child, I am going to show you how to pour the water into the 3 containers. Please watch me first and then you may have your turn. എന്നിട്ട് കുട്ടിയോട് പറയണം, ആദ്യം ഞാൻ എങ്ങനെയാണ് ഇത് പോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം, എന്നെ കെയർഫുള്ളി ലിസൺ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ചാൻസ് അടുത്തത് നിങ്ങളുടെ ടേൺ ആണ്, അല്ലെങ്കിൽ കുട്ടിയോട് പറയാം അടുത്തത് ഇയാളെ തന്നെ ചെയ്യണം എന്നുള്ളത് പറയുക. ലിഫ്റ്റ് ദ ജഗ് ഓഫ് വാട്ടർ യൂസിങ് ദ റൈറ്റ് ഹാൻഡ് ഡൊമിനന്റ് ഫിംഗേഴ്സ്. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ജഗ്, വാട്ടർ ഉള്ള ജഗ് ലിഫ്റ്റ് ചെയ്യുക. പൊസിഷൻ ദ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ജസ്റ്റ് ബിറ്റ്വീൻ ദ സ്പോട്ട് ആൻഡ് ബേസ് ഓഫ് ദ ജഗ്. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഈ ജഗ്ഗിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, റൈറ്റ് ഹാൻഡ് അതിന്റെ ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും പ്ലേസ് ചെയ്യുക. ഇത് സൈലന്റ് പ്രസന്റേഷൻ ആയിരിക്കണം. കുട്ടിയോട് ഇന്ന കൈ കൊണ്ട് ഇത് എടുക്കുക അങ്ങനെയല്ല. നമ്മൾ ചെയ്യുമ്പോൾ സൈലന്റ്ലി ആണ് അവർക്ക് നമ്മളൊരു ആക്ഷൻ, അത് ചെയ്യുന്ന ആക്ഷൻ മാത്രമേ കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം സ്റ്റാർട്ട് പോറിംഗ്, noting that the spot of the lifted jug must hit the surface of the stationed container. അതായത് fill the first container. അതിനുശേഷം ഓരോ കണ്ടെയ്നറിലേക്ക് ഈ വാട്ടർ പോർ ചെയ്യുക. ഫസ്റ്റ് കണ്ടെയ്നർ ഫില്ലായി ഇതിനു ശേഷം സെക്കൻഡ് കണ്ടെയ്നറിലേക്കും അതുപോലെ തന്നെ തേർഡ് കണ്ടെയ്നറിലേക്കും ഫില്ലാവുക. There should be excess water left in the jug. ഇത് കണ്ടെയ്നറിലെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ജഗ്ഗില് എക്സസ് വാട്ടർ ബാക്കി ഉണ്ടാവും. Once the pouring is complete, replace the lifted jug into position. Pouring എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലിഫ്റ്റ് ചെയ്തേക്കുന്ന ജഗ് അതിന്റെ പൊസിഷനിൽ തന്നെ പ്ലേസ് ചെയ്യുക. To finish the exercise, pour back the water from the 3 unequal containers. ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ അൺഈക്വൽ കണ്ടെയ്നേഴ്സിൽ നിന്നുള്ള വെള്ളം നേരെ തിരിച്ച് ജഗ്ഗിലേക്ക് പോർ ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അതിനുശേഷം യൂസ് എ സ്പോഞ്ച് ടു അബ്സോർബ് എനി സ്പിൽസ്. അപ്പൊ താഴെ എന്തെങ്കിലും ആ ട്രെയിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ കുട്ടീനോട്, അല്ലെങ്കിൽ അത് സ്പോഞ്ച് യൂസ് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യാനുള്ള രീതിയിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻവൈറ്റ് ദ ചൈൽഡ് ടു ഡു ദ എക്സസൈസ്. ഇത്രയും ചെയ്ത് കാണിച്ചതിന് ശേഷം കുട്ടീനെ ഇൻവൈറ്റ് ചെയ്യുക ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
When the child has completed the exercise, the teacher asks if the child would like to do the exercise again. ഈ കുട്ടി ഇത് ചെയ്തതിന് ശേഷം ടീച്ചർ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് ഇനിയും ചെയ്യണോ അഗെയിൻ ട്രൈ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. Teacher conclude by telling the child, today we have learned to do wet pouring exercise from jug to 3 unequal container. On another day, you may work with it again. എന്നിട്ട് കുട്ടിയോട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഇതാണ്. അനദർ ഡേയില് അടുത്ത ദിവസം നിങ്ങൾക്ക് ഇത് പിന്നെയും ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. വുഡ് യു പ്ലീസ് റിട്ടേൺ ദ മെറ്റീരിയൽ ബാക്ക് ടു ദ ഷെൽഫ്. എന്നിട്ട് കുട്ടിയോട് പറയണ ഈ മെറ്റീരിയൽസ് ഷെൽഫിലേക്ക് തിരിച്ചു കൊണ്ടേ വെക്കാൻ പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിലെ കൺട്രോൾ ഓഫ് പറയുവാണെങ്കിൽ സ്പില്ലേജ് ഓഫ് വാട്ടർ, അതായത് വാട്ടർ താഴെ ഇതായി പോവാനുള്ള വാട്ടർ താഴെ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തതോ, ആഫ്റ്റർ ഫില്ലിംഗ് ദ കണ്ടെയ്നർ there must be express water in the jug. കണ്ടെയ്നർ ഫില്ല് ചെയ്ത് കഴിഞ്ഞും ജഗ്ഗില് വാട്ടർ there must be express water in the jug. മാം ആ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്? അതിനകത്ത് എറർ വന്നിട്ടുണ്ട്. എക്സ്പ്രസ് വാട്ടർ നോക്കണ്ട, നമുക്ക് പിന്നെ നോക്കാം കേട്ടോ, ഇപ്പൊ നോക്കണ്ട. പ്രധാനമായിട്ട് എന്താണ്, വാട്ടർ പോകുന്നുണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അതായത് അതിന്റെ എന്താ പറയാ പിശക് അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എയിം എന്താ പറയുന്നത്, എയിം എങ്ങനെ ഉണ്ടായിരിക്കണ്ടേ? ടീച്ച് ചിൽഡ്രൻ ഹൗ ടു pour. ഇൻഡയറക്റ്റ് എയിം ആണെങ്കിൽ കുട്ടീനെ എങ്ങനെ പോർ ചെയ്യണതെന്നും ഒരു ലിക്വിഡ് എങ്ങനെ പോർ ചെയ്യുമ്പോ അത് വീഴാതെ എങ്ങനെ ഒഴിക്കാം എന്നുള്ളതാണ് ഡയറക്ട്ലി അതിൻ്റെ അകത്തു നിന്നുള്ള ലക്ഷ്യം. ഇൻഡയറക്ട്ലി പറയുവാണെങ്കിൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് വലിയ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നു, രണ്ടാമത് അതിന്റെ ചെറുത്, അത് കഴിഞ്ഞ് അതിന്റെ ഏറ്റവും ചെറുത്, അങ്ങനെ ഒരു ഓർഡർ കുട്ടി പഠിക്കുന്നുണ്ട് അതിൽ നിന്ന്. പിന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവും, അതായത് അത് താഴെ വീഴാതെ അവനത് ഒഴിക്കാനായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. പിന്നെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. wrist ആൻഡ് ഫിംഗർ മസിൽസ്, കുട്ടി കൈകൊണ്ട് ഇത് എടുക്കുമ്പോൾ അവന്റെ ഫിംഗേഴ്സും അതുപോലെ മസിൽസിനും ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പെൻസിൽ ഗ്രിപ്പ് ഉണ്ട് അവന് കൈക്ക്, അപ്പം പെൻസിലും കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോഴും ആ ഒരു ഗ്രിപ്പ് അവന് കിട്ടും. ജഡ്ജ്മെന്റ് ഓഫ് സ്പേസ് ആൻഡ് വോളിയം, അതായത് എന്തൂരം സ്പേസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൽ എന്തൂരം വോളിയം വാട്ടർ അടങ്ങും, അല്ലെങ്കിൽ ഓരോന്നും സൈസ് ഓരോ രീതിയിലല്ലേ, അപ്പം അതിൽ എന്തൂരം വോളിയം ഓഫ് വാട്ടർ എങ്ങനെ അടങ്ങും എന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ ഇൻ ഇൻഡിപെൻഡൻസ്, അതായത് കണ്ണും കൈയും തമ്മിലുള്ള ഒരു കോർഡിനേഷനും കൂടെ വേണം. അതായത് അവനത് ശ്രദ്ധിച്ച് ഒഴിക്കുമ്പോൾ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ വാട്ടർ പോർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊരു കുട്ടിക്ക് ആ ഒരു വീട്ടിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ അവനത് പ്രാക്ടീസ് ആവും. അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൺസെപ്റ്റ്, ലെഫ്റ്റ് ഏതാണ് റൈറ്റ് ഏതാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലാവും. കെയർ ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ വെള്ളമൊക്കെ വെളിയിൽ പോയി കഴിയുമ്പം അവിടെ വൃത്തിയാക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിനെ ആയിരിക്കും പരിചരിക്കുക എന്നുള്ള മീനിങ് ആണ്. അതായത് അവന്റെ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് അവൻ ചെയ്തത്, അതിന്റെ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എൻഹാൻസ്ഡ് റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, കപ്പാസിറ്റി കൺസെപ്റ്റ്, മാത്സിലുള്ള കപ്പാസിറ്റി കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് പറഞ്ഞു ഭാവന. വെറും വാക്ക് പറയല്ല, നന്നായിട്ട് പറഞ്ഞു. എന്നൊരു ടീച്ചർ പറയുന്ന പോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായില്ലേ ഭാവന പറഞ്ഞത്? നന്നായിട്ട് പറഞ്ഞല്ലേ ഭാവന? അപ്പൊ നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റികൾ എന്ന് പറഞ്ഞാല് ഒരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് തരാം. അത് ആരാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ പറയണോട്ട് എന്നോട്. കട്ടിങ് എ ക്യാരറ്റ്, ക്യാരറ്റ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി. ക്യാരറ്റ് കട്ടിങ്
ആരാ ചെയ്യാ? ഈസിയാണ് ചെയ്യാൻ. ഭാവന ചെയ്യോ അടുത്ത ക്ലാസ്സില്? അടുത്ത ക്ലാസ് വരുന്നത് തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ച. ഓക്കെ മാം, ഞാൻ ചെയ്യാം. ഈസിയാണ് കേട്ടോ. ക്യാരറ്റ് കട്ടിംഗ്, കട്ടിംഗ് ബോർഡ്, വെജിറ്റബിൾ, ഡിഷ് ഫോർ വെജിറ്റബിൾസ്, ബ്രഷ് ഫോർ ക്ലീനിങ്, ഇത്രയും സാധനങ്ങൾ മതിയാവും അതിന്. അപ്പൊ ഒരു ആക്ടിവിറ്റി ഭാവന ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഗ്രൂപ്പില്, പേഴ്സണൽ ഗ്രൂപ്പുകളിലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ അതിനകത്ത്? ഇല്ല. ചെയ്യാട്ടോ, അപ്പൊ മറ്റുള്ളവരും കാണുമല്ലോ അത് കേട്ടോ. മാം ഇത് ചെയ്യുമ്പോ ഇതിനകത്ത് എല്ലാ ഐറ്റംസും വേണോ? എല്ലാ ഐറ്റംസും എന്തൊക്കെയാണ് ഐറ്റംസ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ഐറ്റംസ് അല്ലേ ഉള്ളൂ. കട്ടിംഗ് ബോർഡ്, ഡിഷ് ഫോർ വെജിറ്റബിൾസ് ഉണ്ടോ മാം? ഓ, ഇതിനകത്ത് കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലേ. വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ? വീട്ടിലില്ലേ? എല്ലാരും വേണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്തുള്ള അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കുള്ളത് വെച്ചിട്ട് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടത് ഭാവന? ക്യാരറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ഉപയോഗിക്കുക? കട്ടിംഗ് ബോർഡ്, ആ നൈഫ്, ആ പിന്നെ വെജിറ്റബിൾ പീലർ ഒന്നും യൂസ് ചെയ്തല്ലോ. പീലി ഇല്ല, അത് വേണമെന്നില്ല. മാറ്റ് വേണം കേട്ടോ. ഒരു ടവല് പോലത്തെ ഒരു സംഭവം വേണം. പിന്നെ എന്താ പറയാ, ക്ലോത്ത് ഒക്കെ ആവശ്യമെങ്കിൽ മതി. അതുപോലെ ട്രേ വേണം. പിന്നെ അപ്രോൺ അതൊന്നും കുഴപ്പമില്ലെങ്കിലോ കേട്ടോ. മോൾക്ക് കിച്ചണിൽ ആവശ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ നോക്ക്. പ്രസന്റേഷൻ ഒന്ന് നോക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നൊന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് അവിടെ ഉണ്ടോ, ഇങ്ങനെയുള്ള ഇവിടെ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. മോൾക്ക് എന്താണോ അവൈലബിലിറ്റി അതനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കാം. മോളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ഒരു ഐഡിയ ഉണ്ടാവില്ലേ, ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ലേ, അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ടേബിൾ കഴുകുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അത് നമുക്ക് കുറച്ച് പാടാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട. വേറൊരു ഈസി കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഗ്രേസ് ആൻഡ് കോർട്ടസി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനകത്ത് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഷേക്കിംഗ് ഹാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഷേക്കിംഗ് ഹാൻഡ്സ്, അതായത് രണ്ടുപേര് തമ്മില് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ വേണം, കൂടാതെ വേറൊരു വ്യക്തിയും കൂടി വേണം. എന്നിട്ട് രണ്ടുപേര് എങ്ങനെയാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതെന്നൊന്ന് കാണിച്ചു തരണം, ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അതാരാ ചെയ്യാം? മോനിഷ മനു, യെസ് മാം. ഷേക്ക് ഹാൻഡ് ചെയ്യാമോ? ഷേക്കിംഗ് ഹാൻഡ്സ് ചെയ്യാം മാം. എവിടെയാണെന്ന് മനസ്സിലായോ? സോഷ്യൽ ഗ്രേസ് ആൻഡ് കോർട്ടസി എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഗ്രീറ്റിംഗ് കേട്ടോ. പേജ് നമ്പർ 36 നിങ്ങൾക്ക് PDF അവൈലബിൾ ആണോ എന്ന് അറിയില്ല. പേജ് നമ്പർ അവൈലബിൾ ആണോ PDF? പേജ് നമ്പർ 36 മാം. വാഷിംഗ് ഹാൻഡ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറച്ച് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വേറെ ആക്ടിവിറ്റി ഒക്കെ കുറെ സാധനങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല ചെയ്യാനായിട്ട്. അതുകൊണ്ട് എളുപ്പമുള്ളതാണ് പറയുന്നത് നിങ്ങളോട്. ആക്ടിവിറ്റിയുടെ പേരെന്ന് പറഞ്ഞ മാം? ആ പറയാം. സോഷ്യൽ ഗ്രേസ് ആൻഡ് കോർട്ടസി എന്നും പറഞ്ഞ് ഗ്രീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീറ്റിംഗ് 36 ma'am. 36 ഷേക്കിംഗ് ഹാൻഡ്സ് മോനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. എളുപ്പമാണ് ചെയ്യാനായിട്ടുള്ള, വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതായത് നമ്മൾ വിനയം അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ മര്യാദ പാലിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗ്രീറ്റിംഗ് വരുന്നത് കേട്ടോ. ഗ്രീറ്റിംഗ് ആ ഒരു ഇതിലാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് തന്നെ അതിന്റെ താഴെയായിട്ട് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ എങ്ങനെയാണ് നമ്മളത് പ്രസന്റ് ചെയ്യുക, ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പറയാ, അതിന്റെ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാരാ ചെയ്യാ? ശരണ്യ അനീഷ് കുമാറേ ചെയ്യോ? എക്സ്ക്യൂസ് മീ ചെയ്യാമോ? അതിന്റെ താഴെ തന്നെ കേട്ടോ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഷേക്കിംഗ് ഹാൻഡ്സ് പറഞ്ഞില്ലേ, അതിന്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരണ്യ ചെയ്യാമോ? ഞാൻ PDF പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. ഏതാ മാം പറഞ്ഞേ? എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ ഒരു താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഷേക്കിംഗ് ഹാൻഡ്സ് പറഞ്ഞായിരുന്നില്ലേ, അതിന്റെ താഴെയായിട്ട് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ കാണുന്നുണ്ടോ? പേജ് നമ്പർ 39 ആണ് കേട്ടോ. 39 ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ബാക്കി കാര്യം ഞാൻ വായിച്ചു തന്നെ പോകാം, കാരണം നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത്രയും സാധനങ്ങൾ, ടേബിളൊക്കെ കഴുകാനുള്ള ആക്ടിവിറ്റി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കഴുകി കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നെ പോകാം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആക്ടിവിറ്റിയിലൂടെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോ ഭാവനനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്യാരറ്റ് കട്ടിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. മോനിഷേനെ പറഞ്ഞിട്ടുള്ളത് ഷേക്ക് ഹാൻഡ് ആണ്. ദെൻ ശരണ്യ അനീഷ് കുമാർ എക്സ്ക്യൂസ് മീ അതാണ് പ്രസന്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ 3 പേരും ഓക്കെ ആണോ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? റെഡി അല്ലേ? ഓക്കെ മാം. ഓക്കെ. ജസ്റ്റ് ഞാൻ മോളൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത് മതി കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നസീമ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എല്ലാവരും നോക്കുക, വായിച്ചു നോക്കുക കേട്ടോ. ചെയ്തും കൂടി നോക്കുക കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, ma'am. Thank you, ma'am.